ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ നീറ്റ് ജേണിയുടെ ലാസ്റ്റ് 3 മന്ത്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് കാലമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഒന്നുകൂടെ സ്റ്റഡീസിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ നീറ്റ് ആസ്പിറൻസിൽ പലർക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഡൗൺഫാൾസ്, അപ്പ് ആൻഡ് ഡൗൺ ഭയങ്കരമായിട്ടുണ്ടാവുക ഈ ഒരു ടൈമിൽ. ഞാൻ 2-3 ദിവസം ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെയുള്ള കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും. എനിക്ക് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനിപ്രാവശ്യം റിപ്പീറ്റാണ്. എനിക്കറിയാം എൻ്റെ കയ്യിലുണ്ട് എല്ലാം, എനിക്ക് നന്നായി പഠിച്ച പ്രാവശ്യം കിട്ടും, എല്ലാം എനിക്കറിയാം. ബട്ട് ചില സമയം നമ്മളെ മെൻ്റലി നമ്മളങ്ങോട്ട് വീക്കാക്കുന്ന എന്തോ ഒരു ഫാക്ടറുണ്ട്. അതിലായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഞാൻ പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 21 ഡേയ്സ് ചലഞ്ച് എടുക്കാം. 21 ഡേയ്സ് ചലഞ്ച് എടുത്തിട്ട് ഡെയിലി ഞാൻ പഠിക്കുന്ന കാണിക്കാം, എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനൊരിക്കലും ഒരു സംഭവം കൊണ്ട് ഡിസ്ട്രാക്റ്റ് ആവില്ല എന്ന് വിചാരിച്ച സാധനം കൊണ്ട് തന്നെ ഞാൻ ഡിസ്ട്രാക്റ്റായി പോയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒന്നും അത്ര വലിയ ഇൻഫ്ലുവൻസ് എൻ്റെ ഈ ഒരു സ്റ്റഡീസിൽ വരുത്തിയിട്ടില്ല. പ്രശ്നങ്ങൾ കേട്ടോ, ദോഷകരമായിട്ട്. ബട്ട് എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. അതിൽ ഞാൻ ഈ കഴിഞ്ഞ 6th-ും 5th മൊഡ്യൂൾസും ഒപ്പമുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പഠിച്ചിരുന്നു. നമ്മൾ GAB സൈലത്തെ അത് പോയി അറ്റൻഡ് ചെയ്തു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഭയങ്കര വലിയ സ്കോറാണ്. പക്ഷേ എനിക്ക് വന്നത് ഒരു 500 റേഞ്ചിലാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര മെൻ്റലി ഡൗൺ ആക്കി തന്നെ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് അത്രയും കിട്ടാഞ്ഞത്. അതിന് ശേഷമുള്ള 2-3 ദിവസം എനിക്ക് പഠിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ആകെ ഡൗണായി, എന്ത് ചെയ്യണമെന്നറിയില്ല, ലാസ്റ്റ് മൊമെൻ്റായി. ബട്ട് എനിക്കിപ്പോഴും ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കാറുള്ളത്, ഈ തോൽവിയൊന്നും ഒരവസാനമല്ല. നമ്മൾ വിജയത്തിന് മുമ്പിൽ, നമ്മൾ എത്തുന്നതിന് മുമ്പിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും നമ്മളെ പരീക്ഷിക്കാൻ. നമ്മളതിന് മുമ്പിലൊന്നും വിട്ടുകൊടുക്കാതെ പിടിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണിപ്പോൾ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓർഗാനിക് കെമിസ്ട്രി, അത് സൈലത്തിൽ GOC 1ഉം 2 ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. GOC 2 പഠിക്കാം. GOC 2-ൽ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓഫ്ലൈനിലാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ DPPs എൻ്റെ കയ്യിലുണ്ട്. സൈലത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എൻ്റെ കയ്യിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ. അപ്പോൾ ഞാൻ ആ DPPs വെച്ചാണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ കഴിഞ്ഞ പ്രാവശ്യത്തത് പഠിച്ച ഭാഗങ്ങളുടെ പേജും കൂടെ കാണുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് സ്പീഡിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനിടയ്ക്ക് ഞാൻ ഡൗട്ടുള്ള ചില ഭാഗം ക്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. SN1 SN2 മെക്കാനിക്സ് എനിക്ക് എവിടെയോ ചെറുതായിട്ട് മറന്ന പോലെ. അപ്പോൾ ഞാൻ ജസ്റ്റ് 2Xലിട്ട് ക്ലാസ് കണ്ടു. അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. കാരണം ഈ 3 മന്ത്സിൽ നമുക്ക് പിടിച്ച് കയറുക എന്നുള്ളത് ഒരിക്കലും നീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ള ആഴം നോക്കുന്ന എക്സാം അല്ല. ഇതാണ് അനന്തു സർ, CEO ഓഫ് സൈലം സർ എപ്പോഴും പറയുന്നത്. നമ്മൾ എത്രത്തോളം പഠിച്ചു, ഇതൊരു BSc MSc അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾ ജസ്റ്റ് പാസ്സാവണം, ഇതൊരു എൻട്രൻസ് ആണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് ട്രിക്കായിട്ട് പഠിക്കണം. പക്ഷേ ഹാർഡ് വർക്ക് നമ്മൾ പുട്ട് ചെയ്യണം. അതിൽ എല്ലാം കൊണ്ടുമുള്ള സംഭവങ്ങൾ ചേർത്തിട്ടുള്ളതാണ് ഈ എൻട്രൻസ്. അപ്പോൾ പഠിക്കുന്നത് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക, ഹെൽത്ത് ശ്രദ്ധിക്കണം. കാരണം ഈ ലാസ്റ്റ് 3 മന്ത്സ് നമ്മൾ ഹെൽത്തിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. സോ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായി വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ സമ്മർ കൂടിയൊക്കെ ആയിട്ടുള്ള ടൈമാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ ഇവിടെ ഈ വെച്ച ക്ലോക്ക് വെച്ച് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം സമയം വായിക്കുന്നുണ്ടെന്ന് ഞാൻ പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ എടുത്തില്ല. ചില പോർഷൻസ് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വായനയിലോട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എനിക്ക് ഞാൻ തന്നെ ഇടുമ്പോൾ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ പോലെയാണ് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു ടൈമിലൊക്കെ ഭയങ്കര സാഡായിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, കെമിസ്ട്രി പിന്നെയും കുഴപ്പമില്ല, ഫിസിക്സൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് പിന്നെ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ +1 +2 കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. CBSE അല്ല, കാൽക്കുലേറ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് ഈ റിപ്പീറ്റിംഗ് ടൈമിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഒരു സഡൻ ചേഞ്ച് വന്നപ്പോൾ അതിൻ്റെ യൂസേജ് നമ്മളെ കയ്യിലില്ല.
ഇതിൻ്റെ കാൽക്കുലേറ്ററിൻ്റെ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒറ്റയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് കുറച്ച് സ്ലോ ആയിരുന്നു, ചെയ്യും പക്ഷേ സ്ലോ ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ഒരു നീറ്റ് ആസ്പിറൻറ്റിന് വേണ്ടത്ര ടക്ക് 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 സ്പീഡില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ ചെറുതായിട്ട് പ്രോബ്ലംസ് ചെയ്യുന്നതെന്ന് പിൻവലിച്ചിട്ടുണ്ട്. ബട്ട് അതൊക്കെ നമുക്ക് അപ്പോൾ ഒരു മടുപ്പുമായി തീരും, അയ്യോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ നമ്മളങ്ങനെ വിചാരിക്കരുത്, നമ്മളിപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുക മടുക്കാതെ. അതാണ് ഇതിനാകുള്ള വഴി. ടൈമിൻ്റെ യൂസേജ് എനിക്കിത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആയിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ഒരു നൈറ്റ് ഓളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി മൊത്തം പഠിക്കാൻ താല്പര്യപ്പെടുന്ന തരത്തിൽ. കാരണം നമ്മളിപ്പോൾ ഒരു മോർണിംഗ് പേഴ്സൺ ആണെന്ന് വെച്ചാൽ അതിൽ നിന്ന് സ്റ്റിക്ക് ചെയ്യണമെന്നില്ല. ബട്ട് നമ്മൾ ഈ ലാസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ മോർണിംഗ് പേഴ്സൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിലും നൈറ്റാണ് പഠിക്കണമെങ്കിലും ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോഴേ അതിനൊരു ഫലം കാണുള്ളൂ. ഇനി നമ്മുടെ ഇടയിലുള്ള വേറെ കുറച്ച് ചിലരാണ് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റായി, ഇനി എനിക്കൊന്നും കഴിയില്ല, ഇനി റിപ്പീറ്റ് നോക്കാം. ഇപ്പോൾ +1 +2 കുട്ടികൾക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. +2 കുട്ടികളുടെ കാര്യമല്ല, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരൊരു ചില ആൾക്കാർക്കെങ്കിലും ഒരു വിചാരം ഉണ്ടാവും, ഇതിപ്പം ലാസ്റ്റായി, ഇനി എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ നിർത്തുകയാണ്, ഇനി റിപ്പീറ്റ് വേണം ചെയ്യുക, അപ്പോൾ പഠിക്കാം. ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് പറ്റുന്നില്ല, തീരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കൈ വിട്ടുപോയി എന്നാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. കാരണം ഇനി നിങ്ങൾക്കൊരു റിപ്പീറ്റ് എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് ഒന്നും കൂടെ സിമ്പിളാവണമെങ്കിൽ ഈ ഇയർ നിങ്ങൾ കുറച്ചും കൂടി പഠിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് കെമിസ്ട്രി ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏതാണോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുക അതിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരിക്കലും ഞാൻ കെമിസ്ട്രി ഫിസിക്സ് നോക്കരുത് എന്നല്ല പറയുന്നത്, ഇത്രയ്ക്കും കൈ വിട്ടുപോയി ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നവരുടെ അവസ്ഥയാണ്. ബയോളജി എങ്കിലും നന്നായിട്ട് വൃത്തിക്ക് പഠിച്ചാൽ ഇനി നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അന്ന് കെമിസ്ട്രി ഫിസിക്സും നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ വരുന്ന ദിവസങ്ങളിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഞാൻ പഠിക്കുന്ന രീതി, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്, ഇനി ഷെഡ്യൂളായി പോകുന്നത്, അതുപോലെ തന്നെ GAB അറ്റൻഡ് ചെയ്യുന്നത്, അതിൻ്റെ സ്കോർസ്, നമ്മളിനി ചെയ്യേണ്ട കാര്യങ്ങൾ, വരുത്തുന്ന മിസ്റ്റേക്സ്, കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹെൽത്ത് സൂക്ഷിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഓൾ ദ ബെസ്റ്റും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ, നന്നായി റിവൈസ് ചെയ്യാം.